ഏറ്റവും പ്രിയപ്പെട്ട ചിലരെ കുറിച്ച് പറയാൻ നമ്മളോട് ഒരാൾ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വിഷമകരമായതും ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെയാണ്. കാര്യം എവിടെ തുടങ്ങണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറഞ്ഞാൽ മതിയാവും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വാക്ക് മതി. കാര്യം മലയാളിക്ക് അദ്ദേഹം ഒരു ആക്ടറല്ല, ഒരു ഇമോഷനാണ്. വേദിയിലേക്ക് നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം മലയാളികളുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ലാലേട്ടനെ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. നമസ്കാരം. ഋഷിബയെ പറ്റി വാട്ട് ടു സേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മീ ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്ട്രേഞ്ച് കോമ്പിനേഷൻ. ദാറ്റ് കോമ്പിനേഷൻ ഇറ്റ്സെൽഫ് ഇസ് എ വെരി സ്ട്രേഞ്ച് തിങ്. എ കന്നഡ ഡയറക്ടർ directing a Malayalam and Telugu film with the North Indian producers and a Malayalam actors. That itself is a very strange coincidence. And the story എന്നോട് പറഞ്ഞപ്പോൾ the story contains the kind of emotion, love. അതൊരു നോർമൽ സ്റ്റോറിയെക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ട് I felt some kind of difference in the story. Then we started the film. Of course, we had a lot of problems in between to make this film happen. It is film. It's a making. And thanks to all the actors because they all stood with the film to make it possible. ഞാൻ ഒരുപാട് സമയമെടുത്തു ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ. ബിക്കോസ് ഈ സിനിമയുടെ ഒരുപാട് CG വർക്കുണ്ട്. ഇതൊരു സാധാരണ സിനിമയെക്കാളും കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഇമോഷൻസ്. ഒരുപാട് വർഷങ്ങളിൽ പുറകിൽ ഒരു കഥ പറയുന്ന സിനിമയാണ്. രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഇൻ 2 eras. So we had a lot of problems, but of course this is more of an action, emotion. ഇതിൽ എഴുതി തന്നെ ഉണ്ട്. This is reborn love. ഒരു സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു കടൽ അതിലുണ്ട്. എല്ലാ സിനിമയുടെയും ഒരു അണ്ടർലൈങ് കറന്റ് ഇസ് ലവ്. ലവ് സോ സ്ട്രോങ് ഇറ്റ് ഡിഫൈൻസ് ഡെത്ത്. അപ്പം ഒരു സ്നേഹവും ജനനം, നമ്മളൊരു കുട്ടി ജനിക്കുന്നതിൽ നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ട്രെയിലർ ഓഫ് കോഴ്സ് ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബർത്ത്, ലവ് ആൻഡ് ഡെത്ത്. ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഇമോഷൻസ് ആൻഡ് ഒരുപാട് മലയാളത്തിന് പരിചയമില്ലാത്ത ആക്ടേഴ്സാണ്. ദാറ്റ് ഈസ് വൈ ഇവിടെ വന്നത്. ഇറ്റ്സ് എ വെരി സ്മോൾ ഫിലിം ഇൻ ദ വേ ഇറ്റ്സ് എ ബിഗ് ഫിലിം. സ്മോൾ ഫിലിം എന്ന് പറയുന്നത് ലോട്ട് ഓഫ് അധികം ലോട്ട് ഓഫ് അധികം ആക്ടേഴ്സ് ഇല്ല ഫ്രം മലയാളം. But each actor has got its own value, its own charm, and they have done it brilliantly. എല്ലാവരും നന്നായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഒരു വളരെ ഡിഫറെൻറ്റ് ഫിലിമാണ്. കാഴ്ചക്കാർക്കും ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിച്ചു. ആൻഡ് താങ്ക്സ് ടു നന്ദ കിഷോർ ഹാസ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. ആൻഡ് താങ്ക്സ് ടു ബാലാജി ടെലിഫിലിംസ്, കണക്ട് മീഡിയ ആൻഡ് EVS. This is I cannot call this a game bench. This is a serious thing because a lot of people can come and do films here. This is about through this film. Like she said, the entity wise we have a very small entity, Kerala, Malayalam, but it slowly started developing. Now Malayalam film means pan-Indian. You cannot call this a pan-Indian film. It is known to all the district or states in India. So Malayalam has got its own value. Apart from that, now we have become a family. This is a family business. So even a Telugu director can come and direct a Malayalam film. A Malayalam director can go and do a Kannada film. It's a beautiful congress happening. So let it be a wonderful film and it show the result. And എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരു വലിയ കോമ്പിനേഷൻ, പുതിയ കോമ്പിനേഷൻസ് ഉണ്ടായിട്ട്. ബിക്കോസ് ആർട്ട് എന്ന് പറയുന്നതിന് അങ്ങനെ അതിനൊരു സീക്രസിയോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ രഹസ്യമോ ഒന്നുമില്ല. ഇറ്റ് ഈസ് വെരി ഓപ്പൺ. സോ ഇറ്റ്സ് എൻ ഓപ്പൺ തിങ്. അപ്പോൾ അതിലേക്ക് ആൾക്കാർ വരാനും പുതിയ സിനിമകളിലും പുതിയ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യാനും സിനിമയ്ക്ക് ഒരു പുതിയ വാല്യൂ ഉണ്ടാകാനും ഒരു മുഖം ഉണ്ടാകാനും ഇത്തരം സിനിമകൾ സഹായിക്കും. ഋഷഭ എന്ന് പറയുന്ന സിനിമ അതിനൊരു ഉദാഹരണമാണ്. ഒരിക്കൽ കൂടെ പറയാം, ഒരു കന്നഡ ഡയറക്ടർ സോ മെനി ഫിലിംസ് ഇൻ കന്നഡ. വലിയ ആക്ഷൻ ഫിലിംസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആക്ഷൻ്റെ ഉള്ളിൽ
Nanda hides the emotions. That is the brilliance of that director. Even though I have seen his films, it has got unbelievable actions. He has bring a lot of people, even WWF-ലെ ആൾക്കാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട്. Apart from the action, he hides the secret of love, emotions in that film. ഈ ഋഷഭ എന്നുള്ള സിനിമയിൽ അതുണ്ട്. അത് ചോർന്നു പോകാതെ അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ഋഷഭ നല്ല സിനിമയായി മാറട്ടെ, ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയായി മാറട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് ഋഷഭ ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു. സർ സ്റ്റേജിൽ തുടങ്ങുന്ന